നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഞാൻ കാണുന്നത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ഒരു വലിയ മണ്ടത്തരം ആണെന്ന് ഞാൻ പറയാം. മൈക്രോവേവ് അതിനേക്കാളും ശാപമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 6 ടേസ്റ്റ് വേണമെന്നാണ് ഭാരതീയ സങ്കല്പം. ഏറ്റവും നല്ല നെല്ലിമരത്തിൽ ഉണ്ടാകുന്ന നെല്ലിക്ക നിറച്ചും ഫൈബറാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഫൈബറാണ്. നമ്മളുടെ ബോഡിയെ എപ്പോഴെങ്കിലും ഒക്കെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ. ആ പറ്റുന്ന സമയത്ത് ചെയ്താൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ബക്കറ്റിൽ വെള്ളമുള്ള സാധനം എടുത്തിട്ട് കോരി ഒഴിച്ച് കുളിക്കുന്ന സ്വഭാവം പോലും ഉണ്ടാവില്ല. ഇപ്പോഴെങ്ങനെ കുളിക്കുക എല്ലാവരും? ഷവറിൽ അനങ്ങില്ല, അതുകൊണ്ട് മണങ്ങാൻ പറ്റില്ല. എന്നിട്ട് മണങ്ങിയിട്ടുള്ള എക്സർസൈസ് ചെയ്യാൻ വേറെ കാശ് കൊടുത്ത് പഠിക്കും. ആരോഗ്യപരമായിട്ടുള്ള ശീലം എന്ന് പറഞ്ഞാൽ എക്സർസൈസ് എന്ന് പറയുന്ന ജിംനാസ്റ്റിക്സോ യോഗയോ ഒന്നുമല്ല, വീട്ടിൽ അവനവൻ ആവശ്യമുള്ള പണി ചെയ്താണ്. ഇപ്പൊ മാഗി ഒന്നും ഒരു കൊല്ലം വെച്ചാലും കേടാവില്ലല്ലോ, ഒരു ഉറുമ്പും കഴിക്കില്ല. ഉറുമ്പ് കഴിക്കില്ല, ഇല്ല, ഈച്ചയും വരുന്നില്ല, ഒന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ പുറമെ ഫുൾ മെഴുകാണ്. നിങ്ങളൊരു മാഗി പാക്കറ്റ് തുറന്നിട്ട് കുറെ ഉറുമ്പുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചോട്ടെ, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അറിയുന്നില്ല. കാരണം വേറെ എന്തോ നോക്കിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ആ ടേസ്റ്റ് പോലും അറിയുന്നില്ല. അവയർനെസ് ഓഫ് ബ്രീത്തിങ്, അവയർനെസ് ഓഫ് ഫുഡ്, അവയർനെസ് ഓഫ് ടേക്കിംഗ് ബാത്ത്, എല്ലാം ധൃതിയാണ്. ഇതെങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് ജീവിതം തന്നെ. അങ്ങനെ ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ അവസാനം ജീവിതം തീരുമ്പോഴാണ് അറിയും. ഒരിക്കലും ശ്രദ്ധിക്കാതെ പോയ നമ്മളുടെ ജീവിതത്തിലെ ഒരു മരുന്ന്. ഡോക്ടർ TPS, ഡോക്ടർ അഭിജിത്ത്, ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി പൗഡറുകൾ. ഈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു ചികിത്സയായിട്ടാണോ അതേ ഒരു ജീവിത രീതിയായിട്ടാണോ ഡോക്ടർ നമുക്ക് പൊതുവെ എടുക്കുന്നത്? ജീവിതശൈലിയാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി ജീവനം എന്നൊക്കെ പറയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രകൃതി ജീവനം അല്ലെങ്കിൽ നാച്ചുറോപ്പതി എന്നൊക്കെ പറയും. ഡോക്ടർ TPS, ഇത് ഒരു പുറകോട്ടുള്ള അല്ലെങ്കിൽ ഒരു മുൻകാല ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാച്ചുറോപ്പതി? അല്ല, ഒരിക്കലും ജീവിതം പിന്നോട്ട് പോകാൻ പറ്റില്ല, മുന്നോട്ടേ ഉള്ളൂ. സർക്കുലറായിട്ട് പഴയ ഫാഷൻ തിരിച്ചു വന്നു. കുറേ ഡ്രസ്സിൻ്റെ പാറ്റേൺസ് ഒക്കെ തിരിച്ചു വന്നില്ലേ? അതെ അതെ. പങ്കിട്ടിരിക്കുന്ന ബെൽ ബോട്ടം പണ്ട് ഫാഷനായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ. പിന്നെ അത് ടൈറ്റായി, പിന്നെ ലൂസായി, പിന്നെ കഷ്ണങ്ങളൊക്കെ വെച്ച് തയ്ച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ലൂസാക്കുന്നത് അല്ലേ? ഇപ്പം ഞങ്ങൾ ഹെയർ സ്റ്റൈൽ, പണ്ട് പെരുന്തച്ഛൻ്റെ ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ. പെരുന്തച്ഛൻ്റെ മുടി കണ്ടിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുകളിൽ മാത്രം ഒരു ചെറിയ അതാണ് ഇന്ന് ബാർബർ ഷോപ്പിൽ. അത് കഴിഞ്ഞ് ഹിപ്പിയായി. ഭക്ഷണ രീതികളിലും കുറേ മാറ്റങ്ങളുണ്ടാവും. പണ്ട് കാലത്തുണ്ടായിരുന്ന ഭക്ഷണ രീതിയും ഇന്നത്തേതൊന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഞാൻ കാണുന്നത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ഒരു വലിയ മണ്ടത്തരം ആണെന്ന് ഞാൻ പറയാം. ഫ്രഷായിട്ട് കഴിക്കാൻ ഫ്രിഡ്ജല്ലേ നല്ലത്? ചെയ്യാത്തതും ഫ്രഷായിട്ട് കഴിക്കാൻ ഫ്രഷായിട്ട് എടുക്കുക നല്ലത്. ഇപ്പം ചെയ്യുന്നത് എന്താണ്? കുക്ക് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ഉണ്ടാവും. ഒരു ഭക്ഷണം 2 പ്രാവശ്യം ചൂടാക്കിയാൽ തണുപ്പിച്ച് ചൂടാക്കുമ്പോൾ അതിൻ്റെ കുറേ ഗുണം പോകും. ഫ്രോസൺ ഫുഡ് വലിയ ശാപമാണ്. മൈക്രോവേവ് അതിനേക്കാളും ശാപമാണ്. ഫ്രിഡ്ജ് കോമൺ ആയിട്ടുള്ളതുകൊണ്ടാണ് ഫ്രിഡ്ജ് പറഞ്ഞത്. കാരണം ഫ്രോസണും മൈക്രോവേവ് അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതൊക്കെ വലിയ കുഴപ്പമുണ്ടാക്കുന്നു. ഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറിച്ചെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കുന്ന സാധനം. ഇത് കുപ്പിയിലാക്കി പൊടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു ചീരയുടെ ഇല കണ്ടാൽ എനിക്കറിയാം അത് വാടിയതാണോ കുഴപ്പമുള്ളതാണോ. അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു പാക്കറ്റിലിട്ടിട്ട് നമുക്ക് തന്നാലോ? അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് അറിയില്ല. ഈ ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടല്ലേ ഈ ഫ്രോസൺ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്? കാരണം ഇവിടെ ഉള്ളത് മാത്രമല്ല, വേറെ രാജ്യങ്ങളിലുള്ള സാധനവും നമുക്കതൊരു പ്രത്യേക സെൻറ്റിഗ്രേഡിലൊക്കെ തണുപ്പിച്ചൊക്കെയാണല്ലോ ഈ ഫ്രോസൺ സാധനങ്ങൾ വരുന്നത്. ഫിഷിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ വലിയ എക്സ്പോർട്ടുകൾ മുഴുവൻ നമ്മളിപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ തീരുവയുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി മോദി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് യൂറോപ്യൻ വിപണിയെ കണ്ടെത്തിയല്ലോ. അപ്പോൾ ഈ ഫ്രോസൺ വിദേശങ്ങളിലെ ആൾക്കാർ നന്നായി ഉപയോഗിക്കുന്നില്ലേ? കിട്ടാത്ത സാധനങ്ങൾ കിട്ടാത്ത സമയത്ത് കഴിക്കണമെങ്കിൽ ഫ്രോസൺ വേണം. നമ്മളിപ്പോൾ അമേരിക്കയിലൊക്കെ പോകുന്നുണ്ട് പറഞ്ഞു, പക്ഷേ ഏത് വാൾമാർട്ടിലും എല്ലാ ഷോപ്പുകളിലും പോയാലും നമ്മൾ കാണുന്നത് അവരുടെ ഫ്രഷ് ആയിട്ടുള്ള, നമ്മൾ അവിടെയുള്ള ആപ്പിൾ ഒന്ന് കടിച്ചാൽ, നമ്മൾ ആപ്പിൾ കടിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് ജ്യൂസ് തെറിക്കും, അത്രയും ജ്യൂസിയാണ്. നമ്മുടെ അടുത്ത് അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ അടുത്ത് മെഴുകു തെറിക്കും. ഫ്രഷ് ആയിട്ടുള്ള കുറേ സാധനം വിൽക്കുന്നൊരു സാധനമാണ് ലോകത്ത്. അമേരിക്കയിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ
GM നോൺ GM സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ഏതാണ്, അതല്ലെങ്കിൽ അത് എഴുതും അതിനകത്ത്. ഇതൊന്നും അറിയാത്ത നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് തൊട്ട് മുന്നിൽ കിട്ടുന്ന സാധനം പോലും നമ്മൾ ഫ്രോസൺ ആയിട്ടാണ് മേടിക്കണം. ഡോക്ടർ അഭിജിത്ത് ഇതിനെപ്പറ്റി എന്താ പറയുക? അല്ല, ഈ പറഞ്ഞതുപോലെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഏറ്റവും ഫ്രഷായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഫ്രോസൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, ഈ ഫ്രിഡ്ജ് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഇത് കിട്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാനൊക്കെയാണ് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഫ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഭക്ഷണം ഉണ്ടാക്കി ചൂടാക്കി പിന്നീട് കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു. ഒരാഴ്ചത്തേക്കൊക്കെ ചിക്കൻ കറിയും മീനിന്റെ കറിയൊക്കെ ഉണ്ടാക്കി. അത് നോൺ വെജിന്റെ കാര്യത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നോൺ വെജും വെജും ഒക്കെ അങ്ങനെയാണ്. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലി, നമ്മൾ മോസ്റ്റ് ഫോർഗോട്ടൺ മെഡിസിൻ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നമ്മുടെ ഫുഡാണ്. നമ്മുടെ ഫുഡാണ് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോയ നമ്മളുടെ ജീവിതത്തിലെ ഒരു മരുന്ന് എന്നുള്ളത്. അത് കൃത്യമായി കഴിക്കാതിരിക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതും കൃത്യമായി കഴിക്കാതിരിക്കുന്നതിന് ഏറ്റവും വലിയ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇപ്പോൾ TPS പറഞ്ഞതുപോലെ ഈ ഫ്രിഡ്ജ് പോലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അത് പൂർണ്ണമായും നമുക്കിപ്പോൾ ഈ ഫാസ്റ്റ് ലൈഫിൽ ഒഴിവാക്കാൻ പറ്റുമോ TPS? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 6 ടേസ്റ്റ് വേണം എന്നാണ് ഭാരതീയ സങ്കല്പം. മധുരം വേണം, പുളി വേണം, ഉപ്പ് വേണം, ഈ ചവർപ്പ് വേണം, എരിവ് വേണം. ആ എല്ലാം അടങ്ങുന്ന ഒരു ഭക്ഷണ രീതി നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും മധുരം കഴിക്കരുത്, ഉപ്പ് കഴിക്കരുത്, രസം കഴിക്കരുത്, ഇങ്ങനെയൊക്കെ നിർബന്ധിക്കുന്നില്ലേ? നമ്മുടെ ഒരു സദ്യവട്ടത്തിലുള്ള എല്ലാ ഭക്ഷണവും നോക്കിയാൽ ഈ 6 ചേർന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അത് മറന്ന് അധികം എരിവ് കഴിക്കാതെ? എരിവ് കഴിക്കണം. ഈ ഒരു എൻവയറോൺമെൻറ്റിൽ എന്താണോ വേണ്ടത് അത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതിയായിരുന്നു. നമ്മുടെ വേണ്ട സാധനങ്ങളുടെ ഇതിലും മാറ്റം വന്നിട്ടുണ്ടല്ലോ. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ടൊരു വവ്വാല് വരും. ഈ വവ്വാല് മേളിലിങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് രാത്രിയിൽ ഇവൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ രാവിലെ നോക്കുമ്പോൾ ഞാൻ എങ്ങും കാണാത്ത പല പല ഫ്രൂട്ട്സുകളും ഇവൻ കഴിച്ചിട്ട് അതിൻ്റെ ബാക്ക് ഇട്ടേക്കാണ്. അപ്പോൾ ഒരു വവ്വാലിന് ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഞാനപ്പോൾ അങ്ങനെ ചിന്തിച്ചു, നമുക്കൊരു ഫ്രൂട്ട് വേണമെങ്കിൽ നമ്മൾ പോയിട്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു മാൾ സംസ്കാരം വന്നതിന് ശേഷം നമുക്ക് ഈ നാട്ടിലെ സാധനങ്ങൾ കിട്ടാനില്ലല്ലോ. അല്ലെങ്കിൽ അത് ഉള്ളിടത്ത് നമ്മൾ വാങ്ങാനോ അതിങ്ങനെ നശിച്ചു പോവാണ്, മനുഷ്യർ കഴിക്കാണ്ട് പോവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള തമിഴ്നാട്ടുകാർക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലാത്ത കേരളത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളുമാണ്. വെള്ളമുണ്ട്. വെള്ളമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഒരു 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ ഇതുവരെ പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുള്ള എല്ലാ സാധനവും, കായ, ചേന, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഞങ്ങൾ ചക്കയുടെ കുരുവില്ലേ, അത് പ്രിസർവ് ചെയ്ത് വെക്കും ഒരു വർഷത്തേക്ക്. മണ്ണിലിട്ട് സൂക്ഷിച്ചു വെക്കും. അത് എയർ ടൈറ്റ് ആക്കും. അതെങ്ങനെയാ പ്രോസസ്? മണ്ണ് പുരട്ടി വെക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ എയർ കയറില്ല. എയർ കയറുമ്പോഴാണ് അത് വളരുക. അപ്പോൾ ടൈറ്റായിട്ട് മണ്ണ് കുഴച്ചിട്ട്, നമ്മുടെ ഈ കലക്ക് ഉണ്ടാക്കുന്ന മണ്ണില്ലേ, അതുപോലെ നല്ല പോലെ കുഴച്ചിട്ട് അത് ഫുള്ളായിട്ട് നമ്മളൊരു ഇൻസുലേഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരില്ല, മുളക്കില്ല. പിന്നെ അവിടുന്ന് കുറേശ്ശെ എടുത്തിട്ട്, അതുപോലെ കപ്പ വാട്ടി സൂക്ഷിച്ചു വെക്കും. കപ്പ ചെത്തി അത് പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ചു വെക്കും. നേന്ത്രപ്പഴം അതുപോലെ തന്നെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ, ചക്കയൊക്കെ വരട്ടി വെച്ച ഒരു വർഷം. വരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ് സാധാരണ ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. നേന്ത്രപ്പഴം, അതുപോലെ മാങ്ങ, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാം. ചക്ക വരട്ടി വെച്ച് എന്തിന്റെ കൂടെയും കഴിക്കാം. ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ എന്തിന്റെ. അതുപോലെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയില്ലേ. കൊതിപ്പിക്കുകയാണ്. നെല്ലിക്ക നല്ല പോലെ തേനിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോഴും പല സ്ഥലത്തുണ്ട്. ഞാൻ ഔറംഗാബാദ് പോയ സമയത്ത് അവിടെ സിസ്റ്റർമാരുടെ ഒരു ക്ലാസ് എടുക്കാൻ പോയതാണ്. ആ ഹോസ്റ്റലിലാണ് താമസിച്ചത്. തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു വലിയ ഡബ്ബ തന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ നെല്ലിക്ക ഇട്ട് വെച്ചതാണ്. നെല്ലിക്ക ഏറ്റവും നല്ല നെല്ലിമരത്തിൽ ഉണ്ടാകുന്ന നെല്ലിക്ക നിറച്ചും ഫൈബറാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ഫൈബറാണ്. അത് ഒരു കണ്ടിന്യൂസ്. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്.
എത്ര നെല്ലിക്ക കഴിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞൊരു 5-6 വർഷം. വെറൈറ്റി ഓഫ് നെല്ലിക്കകളും ഉണ്ടല്ലോ. വെറൈറ്റി ഓഫ് നെല്ലിക്കയുണ്ട്. അതിൻ്റെ ഫൈബർ കണ്ടന്റ്, ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പറ്റിയിട്ടുള്ളത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈച്ചക്കും ഒന്നിനും തിന്നാൻ പറ്റാത്ത, ഒരു കടവാതിലും തിന്നില്ല അത്, അങ്ങനെ പ്രിസർവ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളാണ് നമ്മുടെ സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം എന്ന് പാടുന്ന ഭാരതീയര് ഇന്നതില്ല എന്ന് പറയുമ്പോൾ വലിയ കഷ്ടമാണ്. ഭൂമി, നമ്മുടെ ഇന്ത്യയുടെ പടം നോക്കിയിട്ട് ഫ്രൂട്ട്സിൻ്റെ മാത്രം ഒരു ഭൂപടം ഉണ്ടാക്കിയാലുണ്ടല്ലോ, നാഗ്പൂരിലെ ഓറഞ്ചുകളുടെ ഒരു, അടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് പോയ സമയത്ത് കൈതച്ചക്കയുടെ ഇത്രയും കൂടുതൽ കൈതച്ചക്കയുള്ള സ്ഥലം, എത്രയോ കൈതച്ചക്ക. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിൽ നിറച്ചും കൈതച്ചക്ക ഉണ്ടായിരുന്നു. കോട്ടയം, ഇടുക്കി ഭാഗത്തൊക്കെ MC റോഡ് വഴി ഒന്ന് ഓടിച്ചു വന്നാട്ടെ, നിറയെ കൈതച്ചക്കൾ. ഇതൊക്കെ പോകുന്ന എവിടെയാ? ഈ പറഞ്ഞല്ലോ എക്സ്പോർട്ട് ഗവൺമെന്റ് എന്ന്. ഇവിടെ തിന്നാണ്ടാ പറഞ്ഞേക്കണേ, നല്ലത് കയറ്റിവിടും. അതെന്തേ ഇവിടെ നമ്മൾ കഴിക്കാത്തത്? പക്ഷെ അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് മരുന്നടിക്കുന്നുണ്ട്. ഈ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് വലിയൊരു ശാപമാണ്. പണ്ട് കാലത്ത് നമ്മളിപ്പോൾ ഒരു ഏത് ജീവിക്കും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഈ തേയിലത്തോട്ടം കാണാൻ പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവിടെ വേറൊരു മരം കാണാം, വലിയ മരം. അപ്പോൾ പറഞ്ഞു ആ മരം ഉണ്ടായാൽ ഇതിന് ഹ്യൂമിഡിറ്റി നിർത്താൻ പറ്റും. പരസ്പര ബന്ധമാണ്. നമ്മുടെയൊക്കെ കൾട്ടിവേഷൻ നാച്ചുറൽ എന്നുള്ള വാക്കാണ് ഞാൻ പറയാം. നാച്ചുറൽ ഫോറസ്റ്റ് പോയിട്ട് നമുക്കിപ്പോൾ പ്ലാന്റേഷൻസ് ആണ്. കൈതച്ചക്കയും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ കൈതച്ചക്ക മാത്രമല്ല, വേറെ പലതിൻ്റെയും ഇടയിലാണ് ഈ കൈതച്ചക്ക. അപ്പോൾ അത് വളരും. ഇപ്പം അങ്ങനെയല്ല, ഇതൊക്കെ പ്ലാന്റേഷനായി. നമ്മളൊരു റബ്ബർ പ്ലാന്റേഷനിൽ പോയിട്ട് എന്ത് സുഖമാണ് പിടിക്കാൻ ആർക്കും പറയാൻ പറ്റുമോ? കറക്റ്റ് ഇല്ലല്ലോ. വൈൽഡ് ഫോറസ്റ്റ്, നാച്ചുറൽ ഫോറസ്റ്റ് എന്ന് പറയുന്നിടത്തോ അത് പല വെറൈറ്റികളാണ്. അപ്പം നമ്മളെപ്പോഴും ഈ വെറൈറ്റികളുടെ ഒരു പൂന്തോട്ടം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നൊരു കാലം ഇപ്പോഴും ഉണ്ട്. കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ, വെറുതെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള കോമ്പൗണ്ടിൽ ഒന്നുമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, ഒന്നുമില്ലെങ്കിൽ റെയിൽവേ ലൈനിൻ്റെയും ഹൈവേ റോഡിൻ്റെയും സൈഡിലുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ ഗവൺമെൻറ് വാടകയ്ക്ക് പോലും കൊടുക്കുന്ന സ്ഥലം അറിയോ കൃഷിക്ക്? അത് മാത്രം ഉണ്ടായാൽ, ഗവൺമെൻറ്റുള്ള സ്ഥലം അവർ ലീസിന് കൊടുക്കുകയാണെങ്കിൽ മാത്രം കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം. പക്ഷെ നമ്മൾ പണി ചെയ്യില്ല. അതാണ് നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് അവർ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹ്യൂമിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിഷ്യൻസ് വെച്ചിട്ട് വലിയ ടെൻറ്റ് കെട്ടിയിട്ട് എത്ര കാശ് മുടക്കിയിട്ടാണ് കുറച്ച് വളരുന്നതെന്നറിയോ? നമുക്കിവിടെയൊക്കെ വെറുതെ നട്ടു കഴിഞ്ഞാൽ വളരില്ലേ? അപ്പം ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം എല്ലാവരിലും ഉണ്ടായാൽ നന്നാവും ഞാൻ പറയും. എങ്ങനെയാണ് ഡോക്ടർ ഇതിനെ തിരിച്ചു കൊണ്ടുവരുവാണോ നമ്മുടെ ഫാമിലിയോട്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ TBS വളരെ കൃത്യമായിട്ട് തുടക്കത്തിലെ പറഞ്ഞില്ല, നമ്മൾ പുറകോട്ട് പോവുക എന്നുള്ളതൊന്നും അല്ല. നമ്മൾക്ക് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത് എന്നാണ് ഞാൻ പലപ്പോഴും തോന്നുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ ഇപ്പോൾ കൊച്ചിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മളുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യാൻ, നമ്മളുടെ ആരോഗ്യത്തെ ടേക്ക് കെയർ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ടോ? എല്ലാ നേരവും നമുക്ക് മാഗി കഴിക്കേണ്ട, എല്ലാ നേരവും നമുക്ക് ഫാസ്റ്റ് ഫുഡിലേക്ക് പോകേണ്ട സാഹചര്യം നമുക്കില്ല. ആ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും നമ്മളൊരു നല്ല കോൾ എടുക്കാറുണ്ടോ? നമുക്ക് പറ്റുന്ന സമയത്ത് പോലും നമ്മളുടെ ഹെൽത്തിന് വേണ്ടി, നമ്മളുടെ ബോഡിക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളുടെ ബോഡിയെ എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കോൾ. ആ പറ്റുന്ന സമയത്ത് ചെയ്താൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ കുറേ വർഷം പുറകിലോട്ട് പോകണമെന്നോ പഴയതുപോലെ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക്, കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് പ്ലേറ്റ്, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ ശരീരം, നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ലാതെ അവിടെ ഒരു പ്രോട്ടീനും ഈ പറഞ്ഞ ഫൈബർ കണ്ടന്റും എല്ലാം ഉള്ളൊരു ബാലൻസ്ഡ് പ്ലേറ്റ് എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസാണ്. ആ കോമൺ സെൻസിനെയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിൽ നമ്മൾ ആളുകളോട് ഉപയോഗിക്കാൻ പറയുന്നത്. കൊച്ചിയിൽ നമ്മുടെ പഴയ സദ്യയില് എലിശ്ശേരി അല്ല, അത് എരുവാണ്. എരുശ്ശേരിയാണ് എലിശ്ശേരിയായത്. പുളിയിഞ്ചി, ഈ പറഞ്ഞ രസങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ഫുഡിൽ വന്നിട്ടുള്ള സാധനമാണ്.
അച്ചാറ് എല്ലാം ഉണ്ട്. എരിവുണ്ട്, ഉപ്പുണ്ട്, ഏതെങ്കിലും ഒരു ഉപ്പിലിട്ട സാധനം ഉപ്പായി, അച്ചാറിൽ ഇതായി, എലിശ്ശേരിയായി, പുളിശ്ശേരിയായി. പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ പുളിയാണ്. അപ്പൊ എല്ലാ ടേസ്റ്റും കൊടുത്തിരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചത്. അതുപോലെ ഇപ്പം നമ്മൾ ഈ മോഡേണൈസ്ഡ് ആവുന്ന സമയത്ത് എക്സർസൈസിന് വെൽനസ് സെന്റർ എന്ന് പറഞ്ഞാൽ ജിമ്മും എക്സർസൈസും ഒക്കെ ആണല്ലോ. അവൻ വീട്ടിൽ ബക്കറ്റിൽ വെള്ളമുള്ള സാധനം എടുത്തിട്ട് കോരി ഒഴിച്ച് കുളിക്കുന്ന സ്വഭാവം പോലും ഉണ്ടാവില്ല. കറക്റ്റ്. ഇപ്പം എന്നോട് ചേട്ടൻ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ പ്രായമായി, എന്നെക്കാളും പ്രായമുള്ള ബ്രദേഴ്സ് എന്നോട് ചോദിക്കുക, ഇങ്ങനെ ഉണ്ട് തൻ്റെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് മഗ് കൊണ്ട് കോരി കുളിക്കാൻ പറ്റുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. എത്ര പ്രാവശ്യം മുങ്ങി ഇത് എടുത്ത് എത്ര പ്രാവശ്യം വേണം അല്ലേ? ഇപ്പോഴെങ്ങനെയാ കുളിക്കുക എല്ലാവരും? ഷവറിൽ അനങ്ങില്ല. അതുകൊണ്ട് മണങ്ങാൻ പറ്റില്ല. എന്നിട്ട് മണങ്ങിയിട്ടുള്ള എക്സർസൈസ് ചെയ്യാൻ വേറെ കാശ് കൊടുത്ത് പഠിക്കും. ആളെ നിർത്തും. രാവിലെ മോർണിംഗ് വാക്കിന് പോവും. എന്നിട്ട് ക്ഷീണിച്ച് വറാന്തയിൽ ഇരുന്നിട്ട് ജോലിക്കാരി വെള്ളം കൊണ്ടു കൊടുക്കണം. അവിടുന്ന് അടുക്കള വരെ പോകാനുള്ള ആരോഗ്യമില്ല അവന്. അല്ലേ? ഇതല്ല ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ യൂറോപ്പുകാരെയും അമേരിക്ക ഒരു സർവൻ മേഡും ഇല്ല അമേരിക്കയിൽ ഒരു വീട്ടിലും. സ്വന്തം അടിച്ചു തുടക്കണം, സ്വന്തം കഴുകണം, സ്വന്തം ഗാർഡൻ സ്വന്തം പണി ചെയ്യണം. അവര് ഭക്ഷണം മാത്രമല്ല പണിയും ചെയ്യും. നമ്മൾ ഒരു പണിയും ചെയ്യില്ല. ആരോഗ്യപരമായിട്ടുള്ള ശീലം എന്ന് പറഞ്ഞാൽ എക്സർസൈസ് എന്ന് പറയുന്ന ജിംനാസ്റ്റിക്സോ യോഗയോ ഒന്നുമല്ല. വീട്ടിൽ അവനവൻ ആവശ്യമുള്ള പണി ചെയ്താൽ മതി. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവരുടെ കാര്യങ്ങളിൽ അവരാരെയും ഡിപ്പെൻഡ് ചെയ്തല്ല പോകുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ. ഇപ്പം ഫ്രിഡ്ജിൻ്റെ കാര്യം TPS പറഞ്ഞപ്പം അതിനപ്പുറത്തേക്കാണ് ഈ ഫുഡ് ഓർഡറിങ് ആപ്പുകൾ. ഇപ്പം 30,000 രൂപ ഫുഡ് ഓർഡറിങ് ആപ്പിൽ ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന റിവാർഡ്സ് അല്ല 50,000 രൂപ പെർ മന്ത് കിട്ടുന്ന. അപ്പോൾ എൻ്റെ കുറച്ച് കസിൻസൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം കേട്ടോ, എനിക്ക് റിവാർഡ്സ് കിട്ടും. അപ്പോൾ എത്രയാണ് റിവാർഡ്സ് കിട്ടുന്നത് വെച്ചപ്പോൾ പെർ മന്ത് 30,000 എബവ് പോയി കഴിഞ്ഞാൽ 50% ഓഫ് ഡൈനിങ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 5-സ്റ്റാർ ഹോട്ടലുകളിൽ ഒരു ദിവസത്തെ ഡൈനിങ്ങിന് അവർക്ക് 50%. അപ്പോൾ ഒരു ദിവസം 1000 രൂപയുടെ ഫുഡ് ഭക്ഷണം ഞെട്ടിപ്പോയി. ഞാൻ അത്രയും രൂപയൊക്കെ ഫുഡ് ഡെലിവറി ആപ്പിൽ ഓർഡർ ചെയ്യാന്ന് പറയുമ്പോൾ, അപ്പോൾ ആ ഒരു കാലത്ത് ഫ്രിഡ്ജ് മാറ്റാൻ പറഞ്ഞാൽ ഓൺലൈൻ ഓർഡറിങ് കൂട്ടും, ആ ഒരു കാട്ടിലേക്ക് വരും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ നാച്ചുറോപ്പതിന്ന് ചിന്തിക്കുമ്പോൾ എത്ര പേര് ഇതിനോട് എങ്ങനെയാണ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ആൾക്കാരുടെ പ്രതികരണം? അല്ല, ആളുകള് എന്നെ സംബന്ധിച്ചിടത്തോളം മടുത്തിട്ട് വന്നതാണോ? എവിടെയെങ്കിലുമൊക്കെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിച്ചിട്ട് അവരുടെ എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹേർട്ട് സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് 90% ആളുകളും വരുന്നത് എന്നുള്ള സത്യമാണ്. പക്ഷെ ഞാനൊരു വലിയ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആളുകൾ കുറച്ചുകൂടി അവരുടെ ഹെൽത്തിനെ പറ്റി കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തലമുറ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് ഇനിയും അവർ കറക്റ്റ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഈ പോസ്റ്റ് കോവിഡിൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കണ്ടുവരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരുടെ ഡെയിലി ലൈഫിലും അവരുടെ ലൈഫ് സ്റ്റൈലിലുമൊക്കെ ഈ പറയുന്നത് പോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതെന്നുള്ള തിരിച്ചറിവ് വരുന്നുണ്ട്. അതിൽ വലിയൊരു ചേഞ്ച് ഇൻക്ലൂഡിങ് ദ യങ്സ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, എൻ്റെയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ട് പൊറോട്ടയും ചിക്കനും മട്ടണും ഒക്കെ കഴിക്കുന്നതിന് പകരം കുറേ ഫ്രൂട്ട്സ് വെറൈറ്റി ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് വിചാരിക്കും. കുറേ പേര് അത് ഏറ്റെടുക്കും. മാർക്കറ്റ് ഉണ്ടാവും. അതങ്ങനെയാണ്, അത് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും. അത് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത്, ഇപ്പം മാഗി അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ടൈം സേവിങ് അല്ല. നിങ്ങൾ നേരെ മറിച്ചൊരു 4 ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ടൈം ഇതിന് ആവുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇത് കഴുകാനുള്ളൊരു പണിയുണ്ടേ. ഈ മാഗി ഉണ്ടായി കഴിഞ്ഞാൽ പാത്രം കഴുകാനുള്ള പണിയുണ്ട്. അതുകൊണ്ട് ഈ ഇൻസ്റ്റന്റ് ഫുഡ് എന്നുള്ളത് നമ്മളെ ഒരു ഹുക്ക് പോയിന്റ് ഒക്കെ പറഞ്ഞ് പിടിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ടൈം സേവിങ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. എനിക്കൊന്നും ടൈം സേവിങ്ങിനെക്കാളും ഇപ്പൊ മാഗി ഒന്നും ഒരു കൊല്ലം വെച്ചാലും കേടാവില്ലല്ലോ. ഒരു ഉറുമ്പും കഴിക്കില്ല. ഉറുമ്പ് കഴിക്കില്ല, ഇല്ല. ഈച്ചയും വരുന്നില്ല, ഒന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ പുറമെ ഫുൾ മെഴുകാണ്. നിങ്ങളൊരു മാഗി പാക്കറ്റ് തുറന്നിട്ട് കുറെ ഉറുമ്പുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചോട്ടെ, കഴിക്കില്ല. അത് മാത്രമല്ല, മാഗി വെറുതെ എടുത്ത് കത്തിച്ചു നോക്കി. അതെ,
നല്ല മെഴുകാണത്. നല്ല അത് മാത്രമല്ല, നിങ്ങൾ അതുപോലെ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് തുറന്നു നോക്കിയാൽ മുകളിൽ മെഴുകിന്റെ ലെയർ കാണാം. അപ്പോൾ ഇത് കേടാവാതിരിക്കാൻ വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കുന്ന ലെയർ കോഡ് കൂടിയാണ് വരുന്നത്. അങ്ങനെ പാക്ക് ചെയ്യുന്ന ആപ്പിളും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മളതിൻ്റെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട് ഫ്രൂട്ട്സ് വളരെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ. ഇപ്പം എൻ്റെയൊക്കെ ഡിന്നർ മിക്കവാറും കട്ട് ഫ്രൂട്ട്സ് ആണ്. കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഐസ്ക്രീംസ് ഒക്കെ ആഡ് ചെയ്യും അതിനകത്ത്. അപ്പോൾ ജീവിതത്തിൻ്റെ ചര്യയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതെ, ബാലൻസ്ഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ എല്ലാ സമയത്തും ഒരു ബാലൻസ്ഡ് ഉണ്ടാവുക. ഇവൻ നിങ്ങളിനി ഫാസ്റ്റ് ഫുഡ് കഴിക്കും പോലും നിങ്ങൾക്ക് അതിനകത്തൊരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അർദ്ധപുരതയെ തന്നം തദർത്ഥം വാരിണം തഥാന്ന്. കഴിക്കാൻ പറ്റുന്നതിൻ്റെ ടെമ്മിയിലെ പകുതി മാത്രമേ സോളിഡ് ഫുഡ് കഴിക്കാവൂ. ആ പകുതിയുടെ പകുതി മാത്രം വെള്ളം, കുറച്ച് ഭാഗമെങ്കിലും ഫ്രീ ആയിട്ടുണ്ട്. അതല്ലാതെ നിറച്ചും കഴിക്കുന്നൊരു സ്വഭാവം ഈ ഓർഡർ ചെയ്തിട്ടും ഒക്കെ വരുമ്പോൾ അതങ്ങോട്ട് തീർക്കാനുള്ള ഭാവമാണ്. ആവശ്യത്തിനല്ല കഴിക്കുന്നത്. കാശ് കൊടുത്തിട്ട് മേടിക്കുന്ന സാധനമാകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മിനിമം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം. ഈ മുട്ടയ്ക്കകത്ത് കുറച്ച് എയർ കിടക്കുന്ന പോലെ കുറച്ച് എപ്പോഴും കുറച്ച് എപ്പോഴൊക്കെ. എങ്ങനെയാണ് ഈ നാച്ചുറോപ്പതി കോസ്റ്റ്ലി ആണോ? എന്താണ് അതിൻ്റെ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് നാച്ചുറോപ്പതിയെ എങ്ങനെ ആളുകൾക്ക് ഉപയോഗിക്കാം? ഈ നാച്ചുറോപ്പതി ഒരിക്കലും കോസ്റ്റ്ലി അല്ലല്ലോ. നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ അല്ലേ. നമ്മുടെ ജീവിതശൈലിയെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയായി ഇണങ്ങി ജീവിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും കോസ്റ്റ്ലി അല്ല. അതിനെ ഇത് വേ ഹൗ യു ആർ ടേക്കിംഗ് എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ നമ്മളുടെ നിത്യജീവിതവുമായിട്ട് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മളെപ്പോലുള്ള വെൽനസ് റിട്രീറ്റിൽ വന്ന് താമസിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് പിന്നെയും ആളുകൾ കുറച്ചുകൂടെ എക്സ്പെൻസീവായിട്ടും, അത് ഈ പറഞ്ഞതുപോലെ ആൻറ്റി ഏജിങ് എന്നും ഡീറ്റോക്സ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഇതിനകത്തൊക്കെ ഈ വാക്കുകളുടെയും പാക്കേജുകളുടെയും എല്ലാം അപ്പുറത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആ ടൈമാണ്. നമ്മളൊരു കണ്ണാടി എടുത്തു വെച്ചിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു 10 ദിവസവും 15 ദിവസവും ഒക്കെയാണത്. അത് കോസ്റ്റ്ലി എന്നുള്ളതിനപ്പുറം ആ ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാച്ചുറോപ്പതി ബേസിക്കലി അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ കോസ്റ്റ്ലി ആയിരിക്കാം ഒരു പക്ഷേ. ഈ പറഞ്ഞതുപോലെ പല റേഞ്ചുകളുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. പ്രകൃതി ചികിത്സ, പ്രകൃതി ജീവനം, നാച്ചുറോപ്പതി, നാച്ചുറൽ ലിവിങ് എന്നൊക്കെ പറയുന്നത് ഒരു കണ്ണാടിയാണ്. അത് നമുക്ക് നമ്മളെ തന്നെ നോക്കാനും നമ്മളെ സ്നേഹിക്കാനുള്ള കണ്ണാടിയാണ്. അതിനൊരു വലിയ കോസ്റ്റിന്റെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. എൻ്റെ ഒരു ഗ്രൂപ്പ് ഇതിനെ കോൺഷ്യസ് ലിവിങ് എന്നാ പറയാം. കറക്റ്റ്. ബി കോൺഷ്യസ് അബൌട്ട് യുവർ സെൽഫ്. നമ്മളെല്ലാ കാര്യങ്ങളും ശ്വസിക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. അത് അറിയാനുള്ള അറിവാണ് ശരിക്കും പറഞ്ഞാൽ പ്രാണായാമം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അറിയുന്നില്ല, കാരണം വേറെന്തോ നോക്കിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ആ ടേസ്റ്റ് പോലും അറിയുന്നില്ലല്ലോ. അവയർനെസ് ഓഫ് ബ്രീത്തിങ്, അവയർനെസ് ഓഫ് ബ്രീത്തിങ്, അവയർനെസ് ഓഫ് ഫുഡ്, അവയർനെസ് ഓഫ് ടേക്കിംഗ് ബാത്ത്, എല്ലാം ധൃതിയാണ്. ഇതെങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് ജീവിതം തന്നെ. അങ്ങനെ ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ അവസാനം ജീവിതം തീരുമ്പോഴേ അറിയുള്ളൂ. നമ്മളറിയില്ല, ബാക്കി ആരെങ്കിലും അറിയും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മളുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു തെലുങ്കിൽ നിന്നുള്ളൊരു ഫേമസ് ഒരു ഡയറക്ടർ, അദ്ദേഹം വന്നിട്ട് മൊബൈല് ഡോക്ടറെ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിതൊരു ഓപ്പൺ ജയിലായിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്. ഓപ്പൺ ജയിൽ. അദ്ദേഹം പറയും, നിങ്ങൾ എൻ്റെ മൊബൈലൊക്കെ പിടിച്ചിട്ട് ഹി വാണ്ട് ടു എൻജോയ് ദാറ്റ്. മനസ്സിലായില്ലേ? അതായത് അത് അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പ്രകൃതിയിൽ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഒരു കോൺഷ്യസ് കോളാണ്. നമുക്ക് വെറുതെ വരുന്ന കോളല്ല, അതൊരു കോൺഷ്യസ് കോളാണ്. നമ്മൾ ബോധപൂർവം ചിന്തിച്ച് നമുക്ക് വേണ്ടി എടുക്കേണ്ട ഒരു കോളാണ്. അത് കോസ്റ്റ്ലിക്കപ്പുറം ആ ടൈം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വർഷം ഒരു കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒരു 10-15 അല്ലെങ്കിൽ ഓരോ മാസമോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഇത് തുറന്നുകൊണ്ട് പോകേണ്ടതോ, അല്ലെങ്കിൽ ഈ വെൽനസ് സെൻ്ററുകളിൽ വന്ന് ചെയ്യാതെ തന്നെ നമുക്കിത് മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തെങ്കിലും ഡോക്ടർ കൊടുക്കാൻ പറ്റും? ഈ വെൽനസ് സെൻ്ററുകളിൽ പോവുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ മനസ്സിലായി. ഇപ്പം നമ്മളുടെ അവിടെ വന്ന് 10 ദിവസം കിടക്കുന്ന അവിടെ ചെയ്യുന്ന 90% കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇപ്പം നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്നാണല്ലോ തിരിച്ചു ചോദ്യം. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്നുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് അനുഭവിക്കാനുള്ള 10-15 ദിവസം അവർ കൊടുക്കുക. ആ ഏറ്റവും ഭംഗിയായിട്ടുള്ള 15 ദിവസത്തെ ക്വാളിറ്റി ഓഫ് ലൈഫിലൂടെ അവർക്കത് പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രാവർത്തിയാക്കണം എന്ന് ഫീൽ ചെയ്യും. ആ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ആയിട്ടാണ് ഈ പറയുന്ന വെൽനസ് സെൻറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതി ചികിത്സാ രീതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഒരു ജീവിതചര്യയായി ഒന്നോടെ ഒന്ന്
പുനർചിന്തനം ഓരോരുത്തർക്കും നടത്താൻ ഈ ഒരു പോഡ്കാസ്റ്റും ഒരു കാരണമാവട്ടെ. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ മേളം കറി പൗഡറുകൾ. നന്ദി TPS, നന്ദി ഡോക്ടർ അഭിജിത്ത്. താങ്ക് യു.